ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവേ ഉള്ള ഒരു ഡൗട്ടാണ് എന്ത് കണ്ടന്റിനെ കുറിച്ചാണ് വീഡിയോസ് ചെയ്യേണ്ടത് എന്ന്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കണ്ടന്റ് ഐഡിയാസിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒട്ടുമിക്ക വ്യൂവേഴ്സും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ്. പലവിധ പ്രശ്നങ്ങളിലെല്ലാമാണ് ആളുകളുള്ളത്. അതിനാൽ തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് അല്ലെങ്കിൽ കോമഡി അല്ലെങ്കിൽ സ്കിറ്റ്സ് എല്ലാം കാണുകയാണെങ്കിൽ അവരുടെ മൈൻഡ് എല്ലാം റിലാക്സ്ഡ് ആകും. അതിനാൽ തന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് അതുപോലെ ഫാമിലി വ്ളോഗ്സിനെല്ലാം വളരെയധികം സ്കോപ്പാണുള്ളത്. ഇനി ഇതല്ലെങ്കിൽ മറ്റെന്ത് ടൈപ്പ് വീഡിയോസാണ് നമുക്ക് യൂട്യൂബിൽ ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. നിങ്ങൾക്ക് പ്രാങ്ക് വീഡിയോസ് എല്ലാം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യാം. അതുമല്ലെങ്കിൽ ഒപ്പീനിയൻ വീഡിയോ, പ്രൊഡക്റ്റ് റിവ്യൂ, ചലഞ്ച് വീഡിയോ, റിയാക്ഷൻ വീഡിയോ, ഫുഡ് വീഡിയോ, ഗെയിമിംഗ് വീഡിയോ ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാം. അതുമല്ലെങ്കിൽ ബ്യൂട്ടി ആൻഡ് ഫാഷൻ, ട്രാവൽ വീഡിയോസ് ഇവയ്ക്കെല്ലാം തന്നെ വളരെയധികം സ്കോപ്പുള്ള കാറ്റഗറീസ് ആണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് മുന്നിലുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങൾക്ക് ഏതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുക എന്നതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് അല്ലാത്ത കാറ്റഗറിയിലെല്ലാമാണ് നിങ്ങൾ വീഡിയോസ് എല്ലാം ചെയ്യുന്നതെങ്കിൽ അധികം താമസിയാതെ തന്നെ നിങ്ങൾക്ക് അത് ബോറടിക്കാൻ തുടങ്ങും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡും അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഒട്ടുമിക്ക പേർക്കും യൂട്യൂബ് ചാനലെല്ലാം ഉള്ളതാണ്. അതിനാൽ തന്നെ നമുക്ക് വ്യൂസ് എല്ലാം വരണമെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ യുണീക്കായ കണ്ടന്റ് എല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾ ഒറ്റ ടോപ്പിക്കിനെ ആസ്പദമാക്കി ചാനൽ തുടങ്ങുന്നതാണ് നല്ലത്. അതിനാൽ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.